സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ഉന്നതതല യോഗം. കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടെന്ന് ഉന്നതതല യോഗം വിലയിരുത്തി. ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പ്രമേയത്തിൽ ഉറച്ചും സർക്കാർ ഇടപെടൽ കാത്തും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം എക്സിബിഷന് തറവാടക ഈടാക്കുന്നത് അനീതിയെന്ന് സുരേഷ് ഗോപി. വയനാട്ടിൽ നിന്നും പിടികൂടിയ നരഭൂജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നിരീക്ഷണ കേന്ദ്രത്തിലെത്തിച്ചു. 13 വയസ്സുള്ള ആൺകടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് അധികൃതർ. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. എരുമപ്പെട്ടി തിച്ചൂർ നെല്ലിക്കുന്നിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് കത്തിനശിച്ചു. നെല്ലിക്കുന്ന് കോളനിയിൽ അബ്ദുറഹ്മാന്റെ ഷീറ്റുമെന്ന വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരായി. 3ാം തവണയാണ് വർഗീസിനെ ഇഡി ചോദ്യം ചെയ്തത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അതിവേഗം പടരുന്ന കോവിഡിന്റെ JN1 വകഭേദം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിയന്ത്രണങ്ങൾ വേണ്ടെന്നും ഉന്നതതല യോഗം വിലയിരുത്തി. അതേസമയം ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിലെത്തുന്ന രോഗികളും മാസ്ക് ധരിക്കണം. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ കോവിഡ് കേസുകൾ കൂടുതലുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണം. റാൻഡം പരിശോധന നടത്തേണ്ടെന്നും രോഗലക്ഷണമുള്ളവരിൽ മാത്രം പരിശോധന മതിയെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പ്രമേയത്തിൽ ഉറച്ചും സർക്കാർ ഇടപെടൽ കാത്തും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. സമവായ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ച് മണ്ഡലം MLA പി ബാലചന്ദ്രൻ ഇരു ദേവസ്വം ഭാരവാഹികളുമായി ചർച്ച നടത്തി. പാറമേക്കാവ് ദേവസ്വം ഓഫീസിലെത്തിയ MLAക്ക് ഭാരവാഹികൾ പ്രമേയത്തിന്റെ പകർപ്പ് കൈമാറി. വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നും പൂരം ഭംഗിയായി നടക്കുമെന്നും MLA ഉറപ്പ് നൽകി. പ്രശ്നം തീരണമെങ്കിൽ കോടതിക്ക് പുറത്തുവച്ചോ അല്ലെങ്കിൽ കോടതിക്ക് സ്വീകാര്യമായ ഒരു ഏജൻസിയെ കൊണ്ടോ ഈ പ്രശ്നം തീർപ്പിക്കുക എന്നുള്ളതാണ്. അത് രമ്യമായി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് കേരളത്തിന്റെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിക്ക് 2 നിവേദനം ഞാൻ തന്നെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജും ഒപ്പമുണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി കൂടിയാലോചന നടത്തുമെന്നും MLA അറിയിച്ചു. പിന്നീട് TN പ്രതാപൻ MPയും ദേവസ്വം ഭാരവാഹികളുമായി കൂടിയാലോചന നടത്തി. പ്രമേയത്തിന്റെ പകർപ്പ് MPക്കും ദേവസ്വം ഭാരവാഹികൾ കൈമാറി. വിഷയത്തിൽ സാധ്യമായ ഇടപെടൽ നടത്തുമെന്ന് MP അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ ഗവൺമെന്റ് ചിലവുകൾ പോലും നടത്തേണ്ട ചെലവുകൾ പോലും നടത്തുന്നത് ഈ ദേവസ്വങ്ങൾ ഇതിൽ നിന്നുമുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൂരം എക്സിബിഷന് സൗജന്യമായ ഗ്രൗണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകേണ്ടതാണ്. ഞാനുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ദേവസ്വം മന്ത്രിയുമായും അതേപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാരുമായി നിരവധി തവണ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എമിക്കബിളായി ഇത് തീർക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ഈ കേസിൽ കക്ഷി ചേരാൻ പറ്റുമോ എന്ന് ആലോചിക്കുകയാണ്. മുൻ മേയർമാരായ IP പോൾ, രാജൻ J പല്ലൻ, K രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും MPക്കൊപ്പമുണ്ടായിരുന്നു. തൃശൂർ പൂരത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പൂരം പ്രദർശനം നടത്തിപ്പിന് വടക്കുംനാഥൻ ക്ഷേത്രം മൈതാനം വിട്ടു നൽകാൻ തറവാടകയായി 2 കോടിയിലധികം രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതിൽ നിന്നും പിന്നോട്ടു പോകാത്ത ബോർഡിന്റെ കടുംപിടുത്തവും നൽകാൻ സാധ്യമല്ലെന്ന പ്രദർശന സംഘാടക കമ്മിറ്റി നിലപാടും തുടരുകയാണ്. ജില്ലയിലെ മന്ത്രിമാർക്കും MLA ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്ട് 1 കൊല്ലത്തോളമായിട്ട് ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു രക്ഷയില്ല, ഒരു സ്ഥലത്തു നിന്നും ഒരു നീതിയും കിട്ടുന്നില്ല എന്നുള്ള അറ്റ കയ്യിലാണ് ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ഒരു പ്രമേയം വഴി സമീപിക്കാൻ തീരുമാനിച്ചത്. അതായത് 6 മാസം മുമ്പ് കഴിഞ്ഞ എക്സിബിഷൻ്റെ വാടക തർക്കം ഇനിയും തീർന്നിട്ടില്ല എങ്കിൽ ആരും അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളതല്ലേ. സർക്കാരിനോട് വിഷയത്തിൽ ഇടപെടാൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വിളിച്ചു ചേർത്ത സംയുക്ത യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തപക്ഷം പൂരം ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വരുമെന്ന നിലപാടിലാണ് ദേവസ്വങ്ങൾ. ഞങ്ങൾ ന്യായമായൊരു വാടക പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇതുവരെ ഞങ്ങൾക്ക് അനുമതി പോലും തന്നിട്ടില്ല. കാര്യങ്ങൾ അനുഭാവപൂർവ്വം അദ്ദേഹം പരിഗണിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പരിഗണിച്ചില്ലെങ്കിൽ വളരെ പ്രതിസന്ധി ഉണ്ടാകും. പൂരം നടത്തിപ്പ് തന്നെ അത് ആശങ്കയിലാണ്. ഇപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നുള്ളത്. പ്രദർശന നഗരി വിട്ടുകിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ലേലം നടപടികളിലേക്ക് സംഘാടകർക്ക് കടക്കാൻ പറ്റൂ. സർക്കാരും ടൂറിസം വകുപ്പും
കൊച്ചിൻ ദേവസ്വം ബോർഡും സംയുക്തമായി സഹകരിച്ച് പ്രദർശന നഗരി സൗജന്യമായി പൂരത്തിന് വിട്ടു നൽകാൻ തയ്യാറാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പ്രശ്നം എത്രയും വേഗം രമ്യതയിൽ പരിഹരിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. TCV തൃശൂർ. തൃശൂർ പൂരം നടത്തിപ്പിന് തുക കണ്ടെത്താൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നടത്തുന്ന എക്സിബിഷന് തറവാടക ഈടാക്കുന്നത് അനീതിയാണെന്നും വാടക വർദ്ധിപ്പിക്കരുതെന്നല്ല, വാടക ഈടാക്കാനേ പാടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്ന് മുൻ MP സുരേഷ് ഗോപി. വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും ഭക്തരിൽ നിന്ന് വാടക ഈടാക്കാൻ ദേവസ്വത്തിന് അധികാരമില്ല. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ. അല്ലാതെ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കാൻ പ്രയത്നിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കലാവരുത്. തൃശൂർ പൂരത്തെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും പാറമേക്കാവ് തിരുവമ്പാടി ദേശങ്ങൾക്കും പൂരപ്രേമികൾക്കും ഒപ്പം നിന്ന് നേരിടുമെന്ന് സുരേഷ് ഗോപി പ്രസ്താവനയിൽ പറഞ്ഞു. പൂരം പ്രതിസന്ധിയിലാക്കി ഭരണമുന്നണിയിലെ ചിലർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാനുള്ള നാടകത്തിന്റെ ഭാഗമാണോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കടുംപിടുത്തത്തിന് പിന്നിലെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം ചടങ്ങായി നടത്താനുള്ള പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനത്തിൽ ഹിന്ദു ഐക്യവേദി അതീവ ആശങ്ക രേഖപ്പെടുത്തി. ഇത്രയും ഭീമമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരം എക്സിബിഷന്റെ തറവാടക കൂട്ടിയത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. തൃശൂർ പൂരത്തെ ഇല്ലാതാക്കാനുള്ള നടപടിയിൽ നിന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പിന്മാറണം. പൂരം എക്സിബിഷൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനുള്ള നിഗൂഢ ശ്രമമാണ് ഇതിന് പിന്നിൽ. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഹിന്ദു ഐക്യവേദി യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് V. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വയനാട്ടിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചു. വനംവകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ 7 മണിയോടെ പുത്തൂരിലെത്തിച്ചത്. വയനാട് സൌത്ത് സോൺ DFO ഷബ്നയുടെ നേതൃത്വത്തിൽ RRT സേനയുൾപ്പെടെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കടുവയെ എത്തിച്ചത്. സുവോളജിക്കൽ പാർക്കിന് സമീപം കാറ്റിൽ മരം വീണ് കിടന്നതിനാൽ അരമണിക്കൂറോളം വാഹനം വഴിയിൽ നിർത്തിയിട്ടു. 8:20 കടുവയെ വാഹനത്തിൽ നിന്നും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. മുഖത്തും കാലിനും പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ R. കീർത്തി അറിയിച്ചു. സുവോളജിക്കൽ പാർക്കിലെ ഡോക്ടറുടെയും മണ്ണുത്തി വെറ്റിനറി ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ കടുവയെ പരിശോധിച്ചു. 2 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം കടുവയ്ക്ക് ചികിത്സ തുടങ്ങും. സുവോളജിക്കൽ പാർക്ക് സൂപ്രണ്ട് വിൻസെന്റ്, കീപ്പർമാരായ സുമിത്, നിതേഷ്, പ്രദോഷ് എന്നിവർക്കാണ് കടുവയുടെ പരിചരണ ചുമതല. 7 കിലോ ബീഫാണ് തീറ്റയായി നൽകുന്നത്. 13 വയസ്സുള്ള ആൺകടുവയെ 2 മാസം നിരീക്ഷണ കേന്ദ്രത്തിൽ തന്നെ പാർപ്പിക്കും. ഇതോടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവകളുടെ എണ്ണം 3ആയി. അതേസമയം സുവോളജിക്കൽ പാർക്കിന് സമീപം വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെ വനംവകുപ്പ് ജീവനക്കാരുൾപ്പെടെ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുതിരാൻ തുരങ്കത്തിന് സമീപം ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാറിലിടിച്ച് അപകടത്തിൽ വടക്കഞ്ചേരി സ്വദേശി സുരേഷിന് പരിക്കേറ്റു. കുതിരാൻ തുരങ്കത്തിലെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭാഗത്ത് 2ാമത്തെ അപകടമാണ് ചൊവ്വാഴ്ച നടന്നത്. ഡിവൈഡറുകൾ കാറ്റത്ത് തെറിച്ചു വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. അതേസമയം കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. ദേശീയപാതയിൽ വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇരുമ്പ് പാലത്തിന് സമീപം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അശാസ്ത്രീയ നിർമ്മാണവും സർവീസ് റോഡുകളുടെ പണികൾ പൂർത്തീകരിക്കാത്തതുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. സഹിക്കാന്ന് പറഞ്ഞ ദിവസമാണ് ഇന്നലെ മിനിഞ്ഞാന്ന് ചോന്നമണ്ണിൽ ഒരാൾ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്നലെ മുടിക്കോട്, ഇന്നലെ ഞങ്ങളുടെ അയൽവക്കത്തുള്ളൊരു ചേട്ടൻ. അവർ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്ന ആളൊന്നല്ല. നമ്മൾ ദിവസം കാണുന്ന ഒരാളാണ്. നമ്മുടെ ഇടയിൽ നിന്നാണ് ഒരാൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ഇവിടെയുള്ള പ്രാദേശിക നേതാക്കൾ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞ് മടുത്തു. ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ആണോ? ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയ പോലെയാണ് അവരൊക്കെ ഒരു അവസ്ഥ. അവർ വീടിൻ്റെ ഉമ്മർത്ത് ചെയ്യണം. പൊട്ടിക്കരയാത്ത പള്ളിയിലെ അച്ഛൻ വരുന്ന പൊട്ടിക്കരഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പം ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കരുത്. എല്ലാവർക്കും ഇത് അവിടെ കേട്ടു, മുടിക്കോട് കേട്ടു, മണ്ണുത്തി കേട്ടു, തൃശ്ശൂർ കേട്ടു, അതല്ല. നമ്മുടെ വീട്ടിലിങ്ങനെ സംഭവിച്ചിട്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളല്ല. ഞങ്ങൾ നിരന്തരം ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പ്രതിഷേധങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നതാണ്. ഒരാളും ഇവിടെയുള്ള ഒരു നേതാക്കൾ വരും ഫണ്ട് പിരിക്കാൻ മാത്രം. മനസ്സിലാവണ്ട, അങ്ങനെയല്ല. നമുക്കിതിനെതിരെ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ഭേദം തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇത് BJP ഇല്ല, കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് എതിർക്കണം.
എരുമപ്പെട്ടി തിച്ചൂരിൽ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച് വീട് കത്തി നശിച്ചു. നെല്ലിക്കുന്ന് കോളനിയിൽ പുത്തൻപീടികയിൽ റുക്കിയയും സഹോദരൻ അബ്ബാസും കുടുംബവും താമസിക്കുന്ന ഷീറ്റുമേന വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീടിന്റെ മുറിയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന പാചകവാതക സിലിണ്ടറിനാണ് തീപിടിച്ചത്. ഗ്യാസ് ചോർച്ചയുണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. തീ ആളിപ്പടർന്ന് വീടിന്റെ മേൽക്കൂരയും വാതിലുകളും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. വലിയ ശബ്ദവും പുകയും കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി.കെ. നിതീഷ്, അസിസ്റ്റന്റ് ഓഫീസർ ടി. അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുകയും സിലിണ്ടറുകൾ വീടിന് പുറത്തെടുത്ത് വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു. എരുമപ്പെട്ടി എസ്ഐ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം.എം. വർഗീസിനെ ഇ.ഡി. ചോദ്യം ചെയ്തു. നേരത്തെ 2 തവണയായി മണിക്കൂറുകളോളം എം.എം. വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു. 3-ാം തവണയും ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ തൃശൂർ നവകേരള സദസ്സ് ചൂണ്ടിക്കാട്ടി സാവകാശം ചോദിച്ചിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച ഹാജരാകാൻ ഇ.ഡി. നോട്ടീസ് നൽകുകയായിരുന്നു. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് എം.എം. വർഗീസിനെ 2 തവണ ഇ.ഡി. ചോദ്യം ചെയ്തത്. പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ 2 അക്കൌണ്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. പാർട്ടി ക്രമക്കേട് കാട്ടിയില്ലെന്നാണ് എം.എം. വർഗീസ് ഇ.ഡിയോട് ആവർത്തിച്ച് പറഞ്ഞത്. കേരളവർമ്മ കോളേജിൽ കെഎസ്യു എസ്എഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 6 പേർക്ക് പരിക്കേറ്റു. 3 എസ്എഫ്ഐ പ്രവർത്തകർക്കും 3 കെഎസ്യു പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെഎസ്യു പ്രവർത്തകരായ അക്ഷയ്, ആദിശേഷൻ, ഹരിനന്ദൻ, എസ്എഫ്ഐ പ്രവർത്തകരായ വിഷ്ണു, അനിരുദ്ധ്, മഹേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കോളേജ് PG ബ്ലോക്കിന് സമീപത്ത് വെച്ചായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടിയത്. കൊടുങ്ങല്ലൂരിൽ ചാരായം മാറ്റാനായി സൂക്ഷിച്ച വാഷും കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള റെയ്ഡിലാണ് TKS പുരത്തുനിന്നും ആനാപ്പുഴ തായാട്ടുപറമ്പിൽ ഗോകുലിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 15 ലിറ്റർ വാഷും 110 ഗ്രാം കഞ്ചാവും പിടികൂടി. നേരത്തെ MDMA വിൽപ്പന നടത്തിയതിന് എറണാകുളം എക്സൈസ് സ്ക്വാഡ് പിടികൂടി ജയിലിലായിരുന്ന ഗോകുൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരായ AV മോയിഷ്, PR സുനിൽകുമാർ, KS മന്മഥൻ, KM അനിൽകുമാർ, T രാജേഷ്, AS റിഹാസ്, KM സിജാദ്, CA ബിജി തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ MO റോഡിൽ കൌൺസിൽ തീരുമാനമില്ലാതെ നിരവധി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ പരസ്യ ബോർഡുകളിൽ പഴയ ചാക്ക് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ് അധ്യക്ഷനായി. ലീന വർഗീസ്, വിനേഷ് തയ്യിൽ, എബി വർഗീസ്, ജയപ്രകാശ് പൂവത്തിങ്കൽ തുടങ്ങിയ കൌൺസിലർമാർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കൌൺസിൽ തീരുമാനമില്ലാതെ 100ഓളം പരസ്യ ബോർഡുകളാണ് നഗരപരിധിയിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് രാജൻ പല്ലൻ പറഞ്ഞു. അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 3-ന് തൃശൂരിൽ മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 മണിക്ക് തൃശൂർ തേക്കിങ്കാട് മൈതാനത്ത് 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ അഭിനന്ദിക്കും. നേരത്തെ ജനുവരി 2-ന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൌകര്യാർത്ഥം 3-ലേക്ക് മാറ്റുകയായിരുന്നു. 13 വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ 14 വർഷം തടവിനും 55,000 രൂപ പിഴയടയ്ക്കാനും ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. ചാലക്കുടി സ്വദേശി താമരപ്പറമ്പിൽ റിച്ചി ആന്റണിയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് CR രവിചന്ദർ ശിക്ഷിച്ചത്. 2017 മുതൽ 2019 ഒക്ടോബർ വരെയുള്ള കാലയളവിൽ പലപ്പോഴായി ലൈംഗികാതിക്രമം ഉണ്ടായി എന്നാരോപിച്ച് ചാലക്കുടി പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനാൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ KSRTC ബസ് തടഞ്ഞിട്ടു. ചാലക്കുടിയിൽ നിന്ന് തൃശൂരിലേക്ക് വന്നിരുന്ന ഓർഡിനറി ബസ്സാണ് ടോൾ ബൂത്തിൽ തടഞ്ഞിട്ടത്. നിറയെ യാത്രക്കാരുമായി വന്ന ബസ് കടത്തിവിടാൻ ടോൾ അധികൃതർ തയ്യാറാകാതെ വന്നതോടെ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കിവിട്ട് ബസ് ജീവനക്കാർ കൈയൊഴിയുകയായിരുന്നു. വയോധികരും കൈക്കുഞ്ഞുമായി എത്തിയ സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വെയിൽ കൊണ്ട് വലഞ്ഞു. പിന്നീട് വന്ന സ്വകാര്യ ബസ്സുകളിലാണ് ഇവർ യാത്ര തുടർന്നത്.
ഫാസ്ടാഗിൽ പണമില്ലെങ്കിൽ ഇരട്ടി തുക അടച്ചാൽ മാത്രമേ ടോൾ കടക്കാൻ കഴിയുകയുള്ളൂ. പണമടച്ച് ടോൾ കടക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല. ഫാസ്ടാഗിൽ പണമുണ്ടോ എന്ന് പരിശോധിക്കാതെ വന്ന ബസ് ജീവനക്കാർക്കെതിരെ യാത്രക്കാർ ക്ഷുഭിതരായി. ഏത് ഡിപ്പോയിലെ ബസ്സാണെന്ന് പോലും ജീവനക്കാർക്ക് അറിയില്ലെന്നാണ് പറഞ്ഞതെന്ന് യാത്രക്കാർ പറയുന്നു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അശ്രദ്ധമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച KSRTC ബസ്സിൽ ഇടിക്കാതിരിക്കാൻ ബ്രേക്ക് ചെയ്ത ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കണ്ടെയ്നർ ലോറി തകരാറിലായി റോഡിൽ കിടന്നു. തുടർന്ന് കണ്ടെയ്നർ ലോറിയുടെ ക്യാബിനടങ്ങുന്ന എഞ്ചിൻ ഭാഗം മറ്റൊരു ലോറി എത്തിച്ചാണ് നീക്കിയത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ ആമ്പക്കാടൻ ജംഗ്ഷന് സമീപം ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ലോറി മറിയുന്നത് കണ്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. പ്ലൈവുഡുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. അമിതഭാരമാണ് ലോറി മറിയാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. ക്രിസ്മസ് അടുത്തതോടെ ആഘോഷത്തിന് മാധുര്യമേകുന്നതിനുള്ള പണിപ്പുരയിലാണ് ചിലർ. ഈ ക്രിസ്മസിന് രുചിയുടെ വൈവിധ്യ ലോകം തീർത്തുകൊണ്ട് കേക്ക് നിർമ്മാണശാലകൾ തിരക്കിലായി കഴിഞ്ഞു. കേക്കില്ലാതെ എന്ത് ക്രിസ്മസ്? ക്രിസ്മസിന്റെ മധുരവും രുചിയും പകർന്നു നൽകുന്നത് ക്രിസ്മസ് കേക്കുകളാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് മധുരിതമാക്കുന്നതിനായി പുത്തൻ പരീക്ഷണങ്ങളാണ് കേക്ക് നിർമ്മാണശാലകളിൽ ഇപ്പോൾ നടക്കുന്നത്. കൊതിയൂറും കേക്കുകൾ വ്യത്യസ്ത രൂപഭാവങ്ങളിലും നിറങ്ങളിലും ഒരുക്കിയെടുക്കുന്ന തിരക്കിലാണ് കേക്ക് ഡിസൈനർമാർ. വർണ്ണക്കേക്കുകൾ ഇഷ്ടമുള്ള കഥാപാത്രങ്ങളുടെ രൂപത്തിൽ സ്വന്തമാക്കാൻ മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. ക്രിസ്മസ് ട്രീ, ഓറിയോ ബിസ്ക്കറ്റ് കേക്ക് തുടങ്ങി കാർട്ടൂണുകളും ഇഷ്ടതാരങ്ങളുടെയും ആകർഷക മോഡലുകളിലുമുള്ള കേക്കുകളും ലഭ്യമാണ്. ഇക്കൊല്ലം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മുന്നോട്ടായിട്ടാണ് പോകുന്നത്. മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അമിതമായിട്ടുള്ള വിലക്കയറ്റൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. വിവിധ തരം കേക്കുകൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നിരത്തിയിട്ടുണ്ട്. ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീണ്ടും പലതരത്തിലുള്ള കേക്കുകൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ വേണ്ട വിധത്തിൽ അവരുടെ ചോയ്സിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. വ്യത്യസ്ത രുചികളും അലങ്കാരങ്ങളും നിറയുന്ന കേക്കുകൾ വിപണിയിൽ നിറയുമ്പോഴും കേക്കുകളുടെ രാജാവായ പ്ലം കേക്കിന് ഇന്നും ഡിമാൻഡിന് കുറവില്ല. സാധാരണ പ്ലം കേക്കുകൾക്കും മാർബിൾ കേക്കുകൾക്കും കിലോയ്ക്ക് 250 രൂപ മുതലാണ് വില. മറ്റ് ഇനങ്ങളുടെ വില ഇതിലും കൂടുതലാണ്. മാർബിൾ ബട്ടർ ഐസിംഗ്, ഫ്രഷ് ക്രീം, ചോക്ലേറ്റ്, വാനില, ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, ബ്ലൂബെറി, സ്ട്രോബെറി തുടങ്ങി ക്യാരറ്റ്, മാംഗോ, ഫ്രൂട്ട്സ് കേക്കുകളും ക്രിസ്മസിന്റെ രുചി നിറച്ച് വിപണിയിലുണ്ട്. നട്ട്സ്, പിസ്ത, വാൻജോ, ഒപ്പറ ഐസിംഗ്, തേൻ, തെങ്ങിൻ ചക്കര തുടങ്ങി സ്പെഷ്യൽ കേക്കുകളുടെ നിരയും അങ്ങനെ നീളുന്നു. ബേക്കറികളിലെ കണ്ണാടിച്ചില്ലിനകത്ത് കരവിരുതിൽ തീർത്ത സ്റ്റൈലൻ കേക്കുകൾ നിറയുമ്പോൾ വിലയൊന്നും നോക്കാതെ ഇവ സ്വന്തമാക്കി ജനം ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഇത് ക്രിസ്മസ് ട്രീ കേക്ക്. ഇനി ക്രിസ്മസ് അടുക്കുംതോറും എന്തൊക്കെ പുതുമകളും രുചിഭേദങ്ങളും ഡിസൈനുകളും കേക്കുകളിൽ നിറയുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുശീല ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, KR വിജയ, ഉഷ പ്രഭുകുമാർ, അഡ്വക്കേറ്റ് PK ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡയാലിസിസ് കേന്ദ്രത്തിൽ ഇൻഷുറൻസിനായി വിരലടയാളം പതിപ്പിക്കുന്ന സൗകര്യം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കമ്മീഷൻ അംഗം VK ബീനാകുമാരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് നിർദ്ദേശം നൽകിയത്. RSBY പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനായി ഡയാലിസിസ് കഴിഞ്ഞ രോഗികൾ വേദന സഹിച്ച് 100 മീറ്ററിലധികം സഞ്ചരിച്ച് വിരലടയാളം പതിപ്പിക്കാൻ ഇൻഷുറൻസ് കൗണ്ടറിലെത്തേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം സാഹിത്യ അക്കാദമി ഹാളിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. KGOF ജില്ലാ പ്രസിഡന്റ് KR അജയ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായി. KGOF സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഹാരിസ്, ജില്ലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി സുമി ചന്ദ്രൻ, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി VJ മെർലി തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട മുരിങ്ങൂർ ആറ്റപ്പാടം സ്വദേശി കണ്ണങ്കോട്ട് വീട്ടിൽ നിസാമുദ്ദീനെ കാപ്പ ചുമത്തി നാടുകടത്തി.
സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, തീവെപ്പ് തുടങ്ങി 6ഓളം കേസുകളിൽ പ്രതിയാണ്. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. മുല്ലശ്ശേരി പറപ്പാടം കിഴക്കേതല കോൾ കർഷക സംഘം പടവിൽ കാട്ടുപന്നിക്കൂട്ടങ്ങളുടെ ആക്രമണത്തിൽ വ്യാപകമായി നെൽകൃഷി നശിച്ചു. കതിരുകൾ വന്ന നെല്ലാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. 3 ഏക്കർ സ്ഥലത്ത് കൃഷി പൂർണ്ണമായി നശിച്ച നിലയിലാണ്. കാട്ടുപന്നി ശല്യം തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരെയും കൃഷി വകുപ്പിനെയും സമീപിച്ചിരുന്നെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ലെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികളായ NK വിനു, ചിരോത്ത് ആനന്ദൻ തുടങ്ങിയവർ പറഞ്ഞു. ചാലക്കുടി മൂതിരക്കണ്ണിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 80,000 രൂപ തട്ടിയെടുത്ത കേസിൽ മധ്യവയസ്കനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം കുറ്റിക്കാട് കോക്കാടൻ ബെന്നിയാണ് അറസ്റ്റിലായത്. പ്രതി പണം വാങ്ങിപ്പോയ ശേഷമാണ് സ്ഥാപനത്തിലുള്ളവർക്ക് സംശയം തോന്നിയത്. സൂക്ഷ്മ പരിശോധനയിൽ വ്യാജമാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇനി വാണിജ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി സലൂൺ ശൃംഖലയായ ടുലിപ്സ് തൃശൂരിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് പുതുവത്സര ആഘോഷം ശ്രദ്ധേയമായി. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ ടുലിപ്സ് ബ്യൂട്ടി സലൂൺ ഉടമ ഷിബു കേക്ക് മുറിച്ച് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ജീവനക്കാരിൽ നിന്ന് ലക്കി മാൻ, ലക്കി വുമൺ, ലക്കി ഡ്രോ നറുക്കെടുപ്പും കേക്ക് വിതരണവും നടത്തി. തിരഞ്ഞെടുത്ത ഭാഗ്യശാലികൾക്ക് 1ാം സമ്മാനമായി 10,000 രൂപയും 2ാം സമ്മാനമായി 5,000 രൂപയും സമ്മാനിച്ചു. ടുലിപ്സ് ജനറൽ മാനേജർ GR രഹ്ന, അനന്തു ചന്ദ്രൻ, മോവിത, സബിത, സുലൈമാൻ, പ്രീത, മറിയ എന്നിവർ പങ്കെടുത്തു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് മെൻസ് വുമൻസ് സ്പെഷ്യൽ ഓഫറുകളും ടുലിപ്സ് ബ്യൂട്ടി സലൂൺ നൽകുന്നുണ്ട്. 599 രൂപയ്ക്ക് മെൻസ് പ്രീമിയം സ്പായും 2,999 രൂപയ്ക്ക് ഹൈഡ്ര ഫേഷ്യലും ടുലിപ്സിന്റെ മാത്രം ഓഫറാണ്. കൂടാതെ ക്ലാസിക് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, ഓറഞ്ച് പീലിംഗ്, ടാൻ പാക്ക്, ക്ലീൻ അപ്പ്, പെഡിക്യൂർ, മാനിക്യൂർ, ത്രെഡിംഗ്, ഫേഷ്യൽ, ബ്ലീച്ച്, ഐ പാക്ക്, ഹോട്ട് ഓയിൽ മസാജ് എന്നിവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകളാണ് ടുലിപ്സ് നൽകുന്നത്. കേരളത്തിന് പുറമെ കർണാടകയിലടക്കം ടുലിപ്സിന്റെ ജെൻസ് ആൻഡ് ലേഡീസ് ബ്യൂട്ടി സലൂണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ഉന്നതതല യോഗം. കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടെന്ന് ഉന്നതതല യോഗം വിലയിരുത്തി. ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പ്രമേയത്തിൽ ഉറച്ചും സർക്കാർ ഇടപെടൽ കാത്തും പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങൾ. പൂരം എക്സിബിഷന് തറവാടക ഈടാക്കുന്നത് അനീതിയെന്ന് സുരേഷ് ഗോപി. വയനാട്ടിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നിരീക്ഷണ കേന്ദ്രത്തിലെത്തിച്ചു. 13 വയസ്സുള്ള ആൺകടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് അധികൃതർ. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. എരുമപ്പെട്ടി തിച്ചൂർ നെല്ലിക്കുന്നിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് കത്തിനശിച്ചു. നെല്ലിക്കുന്ന് കോളനിയിൽ അബ്ദുറഹ്മാന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് EDക്ക് മുന്നിൽ ഹാജരായി. 3ാം തവണയാണ് വർഗീസിനെ ED ചോദ്യം ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.